അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക ജീവിതത്തിൽ നമ്മൾ പതിവായി കേൾക്കുന്ന നിരവധി പദങ്ങളുണ്ട്. വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഹലാല് തുടങ്ങിയ ഈ പദങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും അവയുടെ യഥാർത്ഥ അർത്ഥം നമുക്കെല്ലാവർക്കും വ്യക്തമായിരിക്കണമെന്നില്ല. ഒരു മുസ്ലിമിൻ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ഒഴിവാക്കണം, എന്താണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്, എന്താണ് നിരോധിക്കപ്പെട്ടത് എന്നിവ മനസ്സിലാക്കാൻ ഈ പദങ്ങളുടെ അറിവ് പ്രധാനമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇസ്ലാമിക വിജ്ഞാനത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ 5 പ്രധാന പദങ്ങളുടെ അർത്ഥവും അവ തമ്മിലുള്ള വ്യത്യാസവും വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഈ പദങ്ങൾ കേൾക്കുമ്പോൾ ഇനി ആശയക്കുഴപ്പമുണ്ടാകില്ല. ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മെ ശരിയായ അറിവ് നേടാനും അതനുസരിച്ച് ജീവിക്കാനും അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് ആരംഭിക്കാം. ആദ്യം വാജിബ് എന്താണെന്ന് നോക്കാം. വാജിബ് എന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇവ ചെയ്യുന്നത് നിർബന്ധമാണ്. മനഃപൂർവ്വം ഈ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് പാപവുമാണ്. എന്നാൽ ഇത് നിർവഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലവും ലഭിക്കും. ഉദാഹരണത്തിന് 5 നേരത്തെ നിർബന്ധ നിസ്കാരങ്ങൾ, റമളാനിലെ നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇത്തരം നിർബന്ധങ്ങൾ നമ്മുടെ ബാധ്യതയാകുന്നു. അതിനാൽ ഒരു മുസ്ലിം തന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാജിബായ കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നതാണ്. ഇനി രണ്ടാമത്തെ വിഭാഗമായ സുന്നത്ത് എന്താണെന്ന് നോക്കാം. സുന്നത്ത് എന്നത് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുകയും പറയുകയും അംഗീകരിക്കുകയും ചെയ്ത കാര്യങ്ങളാണ്. സുന്നത്തുകൾ പാലിക്കുന്നത് അള്ളാഹുവിന് പ്രിയപ്പെട്ട കാര്യങ്ങളാണ്. അത് ചെയ്യുന്നവർക്ക് പ്രതിഫലവുമുണ്ട്. എന്നാൽ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് പാപമില്ല. ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ കഴിയുന്നത്ര സുന്നത്തുകൾ പാലിക്കാൻ ശ്രമിക്കണം. കാരണം സുന്നത്തുകൾ പാലിക്കുന്ന പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃക പിന്തുടരുന്നതാണ്. അതിലൂടെ അള്ളാഹുവിന്റെ സ്നേഹവും അനുഗ്രഹവും നേടാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ വിഭാഗമായ ഹറാം എന്തെന്ന് നോക്കാം. ഹറാം എന്നത് അള്ളാഹുവും അവിടുത്തെ ദൂതൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നിരോധിച്ച കാര്യങ്ങളാണ്. ഒരു മുസ്ലിം ഹറാമായ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നത് പാപമാണ്. എന്നാൽ അള്ളാഹുവിനെ ഭയന്ന് ഹറാം ഉപേക്ഷിക്കുന്നവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുന്നതുമാണ്. ഉദാഹരണമായി പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക, മദ്യപാനം, മോഷണം, വ്യഭിചാരം, കള്ളസാക്ഷി പറയുക എന്നിവ ഹറാമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും ഹറാമിൽ നിന്ന് സ്വയം കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നാലാമത്തെ വിഭാഗമായ കറാഹത്ത് എന്താന്ന് നോക്കാം. കറാഹത്ത് എന്നത് പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് കൂലി ലഭിക്കുകയും ചെയ്താൽ കുറ്റവുമില്ലാത്തതുമാണ്. ഇവ ചെയ്യാതിരിക്കുന്നത് കൂടുതൽ ശ്രേഷ്ഠമാണ്. എന്നാൽ ചെയ്താൽ ഹറാമിനെ പോലെ പാപമെന്നില്ല. ഒരു വിശ്വാസി അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിക്കുന്നുവെങ്കിൽ കറാഹത്തായ കാര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കണം. കാരണം അത് തഖ്വയും നല്ല സ്വഭാവവും വളർത്താൻ സഹായിക്കും. ഇതിന് ഉദാഹരണമാണ് മുൻഭാഗത്തേക്ക് തുപ്പല് കറാഹത്താണ്. അങ്ങനെ തുപ്പാതിരുന്നാൽ കൂലി ലഭിക്കുകയും ചെയ്യും. ഹലാൽ എന്നത് അള്ളാഹു അനുവദിച്ച കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒരു മുസ്ലിമിന് ചെയ്യാനും ഉപയോഗിക്കാനും അനുവാദമുള്ളതിന് ഹലാലിന്റെ പരിധിയിലാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുക, ഹലാലായ മാർഗത്തിൽ ഉപജീവനം കണ്ടെത്തുക, ഹലാലായ ഇടപാടുകൾ നടത്തുക എന്നിവ വിശ്വാസിയുടെ ജീവിതത്തിലെ പ്രധാന ഉത്തരവാദിത്തങ്ങളാണ്. ഹലാലിനെ തിരഞ്ഞെടുക്കുകയും ഹറാമിനെ ഒഴിവാക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഹലാലും ഹറാമും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നാം ശ്രമിക്കണം. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ അറിവ് നൽകുകയും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കൂ.